അതേപോലെ തന്നെ ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ മേടിക്കുള്ളൂ. ഇത് സാധാരണ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. ഇവിടെ എന്ന് വെച്ചാൽ പച്ചമരുന്നുകളെല്ലാം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കഴുകി വെടുപ്പാക്കുകയും മണ്ണും വേറെ ഐറ്റംസ് ഒക്കെ ഉള്ളതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ പിഴിയണ മെഷീനിലിട്ടിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ പച്ചമരുന്നുകളൊക്കെ കഴുകി ആ കഴുകിയ മരുന്നുകൾ കൊണ്ട് പിഴിഞ്ഞ് നെല്ലിക്ക, കഞ്ഞുണ്ണി എല്ലാം പിഴിഞ്ഞ് പിന്നെ ഞങ്ങളുടേതായ കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പച്ചമരുന്നുകളുണ്ട് അതെല്ലാം പിഴിഞ്ഞ് ഇതിൽ ജ്യൂസാക്കി എടുക്കാനുള്ള മെഷീനാണ്. അതിൽ കൂടെ ജ്യൂസായി മാക്സിമം സത്ത് പോന്നാലാണ് നമ്മുടെ എണ്ണയിലേക്ക് അതനുസരിച്ചുള്ള ഗുണം കിട്ടുള്ളൂ. പച്ചമരുന്നുകൾ കൂടാതെ ഇരട്ടി മധുരം, വയമ്പ്, പിന്നെ നെല്ലിക്ക, അങ്ങനെ പിന്നെ കുറേ ഞങ്ങളുടേതായ സീക്രട്ട് ഇൻഗ്രീഡിയൻസും ഈ അങ്ങാടി മരുന്നുകൾ ഞങ്ങൾ ഈ എണ്ണയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെ എടുക്കുന്ന? ഇത് പൊടിച്ച് പൗഡർ ആക്കിയിട്ടാണ് അതിൽ യൂസ് ചെയ്യുക. പുറയിലോട്ട് നോക്കി എത്ര വാർപ്പിലാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് വെച്ചാൽ 56 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മരുന്നാണ്. 56 വർഷമായിട്ട് കേശാമൃത ഹെയർ ഓയിൽ 90 വർഷത്തെ പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക്. തലമുറകളായിട്ട് അപ്പാപ്പന്മാര് വൈദ്യന്മാരായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ തുടങ്ങിയിട്ട് ഈ കമ്പനിയിൽ തുടങ്ങിയിട്ട് 56 വർഷം. അത്രയും വർഷം നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മരുന്നിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. ഇത് എത്ര പേരെ ചെയ്യണം നോക്കിയേ. ഹെയർ ഓയിൽ ആയിട്ട് വരാൻ എത്ര ദിവസം എടുക്കും? ഇതിപ്പോ 1.5 ആഴ്ച എടുക്കും ഹെയർ ഓയിൽ ആയിട്ട് വരാൻ. 1.5 ആഴ്ച. ഇത് കഷായം വെക്കേണ്ട, അടിച്ച് മെഷീനിൽ ജ്യൂസ് അടിച്ചത്, ജ്യൂസുകൾ കൊണ്ടുപോയിക്കേണ്ട, അങ്ങാടി മരുന്നുകൾ പൊടിച്ചത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 1.5 ആഴ്ചത്തെ ഇത് കഴിഞ്ഞിട്ടാണ് ഇതൊരു ഓയിലായിട്ട് കേശാമൃത ഹെയർ ഓയിലായിട്ട് വരുന്നത്. 1.5 ആഴ്ചത്തെ പരിപാടി കഴിഞ്ഞാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത്. എല്ലാ ബാച്ചിന്റെ ക്വാളിറ്റി ഇവിടെ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് നമ്മൾ വിടുന്നത്. 1.5 ആഴ്ചത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ പാക്ക് ചെയ്യുകയാണ്. ഇതാണ് ഹെയർ ഓയിൽ അല്ലേ? കേശാമൃതം. കേശാമൃത ഹെയർ ഓയിൽ. ഇതെങ്ങനെ ഉപയോഗിക്കുന്ന? ഇത് തലയിലും മുടിയിലും തലയോട്ടിലാവണ വിധത്തിൽ അരമണിക്കൂർ തേച്ച് സോപ്പ് ഷാമ്പോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ഇത് തേക്കുന്നത് വെച്ചാൽ മുടിക്ക് കറുപ്പും കരുത്തും ഗ്രോത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ മുടി പൊട്ടി പോവാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ട് മാറിപ്പോക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. വേറെ എന്തെങ്കിലും ഉപയോഗിക്കണതിന്റെ കൂടെ? പിന്നെ ഇതിന്റെ കൂടെ ഉപയോഗിക്കാനുള്ളതാണ് കേശലേപം എന്ന് പറഞ്ഞൊരു ഹെയർ ടോൺ ആണ്. ഇത് ഒരു കഷായമാണ്, തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കാനുള്ള ഒരു കഷായമാണ്. ഇത് തേച്ചെന്ന് വെച്ചാൽ താരൻ, മുടി കൊഴിച്ചില് ഒക്കെ മാറി 1 മാസം കൊണ്ട് താരന് മുടി കൊഴിച്ചിലൊക്കെ മാറിപ്പോക്കോളും. തലയോട്ടിൽ മുടിയും ആവേണ്ട ആവശ്യമില്ല, തലയോട്ടിൽ മാത്രം തേച്ചാൽ മതി. ഇത് തേച്ച് കഴിഞ്ഞാൽ താരന് മുടി കൊഴിച്ചിലൊക്കെ 1 മാസം കൊണ്ട് ഒരു 90% മാറിപ്പോകും. പിന്നെ കിളിർത്ത് വരാനായിട്ട് 1-2 മാസം തേച്ച് കഴിഞ്ഞാൽ മുടി കിളിർത്ത് വരും. ആ കിളിർത്ത് വരുന്ന മുടിക്ക് വളർച്ച കിട്ടാനും ഇത് കറുപ്പും കരുത്തൊക്കെ കിട്ടാനും കേശാമൃത ഹെയർ ഓയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എംബ്ലം നോക്കി വാങ്ങണം. എല്ലാ പ്രൊഡക്റ്റും ഞങ്ങളുടെ J&J എന്നുള്ള എംബ്ലം ഉണ്ട്, അത് നോക്കി വാങ്ങുക. പിന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ്. ഇന്ത്യക്ക് വെളിയിൽ കിട്ടും. ഇന്ത്യക്ക് വെളിയിൽ കൊറിയർ അയച്ചു കൊടുക്കും. ആമസോണിൽ കിട്ടും, യു എയിൽ കിട്ടും. പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ കൊറിയർ എല്ലാം ചെയ്ത്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. കേരളത്തിൽ ഫുള്ള് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ ബോംബെയിൽ കിട്ടും ഡിസ്ട്രിബ്യൂട്ടർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കും. ഇതിൽ നോട്ടീസ് വെച്ചിട്ടുണ്ട്. നോട്ടീസിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട്, എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എല്ലാം അതിലുണ്ട്. വായിച്ചു നോക്കിയാൽ എല്ലാം ക്ലിയർ ആവും.